Dear students, നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്ന പോർഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് അറിയാം. ചാർജസിന്റെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്ന് നോക്കാം. നമുക്കൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഇതിന്റെ ലെങ്ത് L ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ഈ എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ ടി എന്ന് പറയുന്ന ടൈമിൽ എത്ര ചാർജസ്, എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ടി എന്ന് പറയുന്ന ടൈം 1 സെക്കൻഡ് ആകും, 2 സെക്കൻഡ് ആകും, ഏത് ടൈം വേണമെങ്കിലും ആകും. അപ്പോൾ ഈ ടി എന്ന് പറയുന്ന സമയം തുടങ്ങുന്നതിന് മുമ്പ് ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. ഈ ചാർജ് ടി എന്ന് പറയുന്ന ടൈമിൽ ഫ്ലോ ചെയ്ത് ഇവിടം വരെ വന്നു. അപ്പോൾ നമുക്കറിയാം ഇതല്ല ചാർജ്, ഒത്തിരി ചാർജുകൾ ഇതിനകത്തിലുണ്ട് ഇല്ലേ. അപ്പം ഈ ടി എന്ന് പറയുന്ന ടൈമിൽ മുന്നിൽ നിന്ന ചാർജ് ഫ്ലോ ചെയ്ത് ഇവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും വോളിയത്തിലെ ചാർജസ് ആണ് ടി ടൈമിൽ പാസ് ചെയ്ത് വന്നത് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത്രയും വോളിയത്തിലെ ചാർജുകളാണ് ടി എന്ന് പറയുന്ന ടൈമിൽ പാസ് ചെയ്ത് വന്നതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വോളിയത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ടോ അതാണ് ടി എന്ന് പറയുന്ന ടൈമിൽ ഫ്ലോ ചെയ്ത ഇലക്ട്രോണുകളുടെ നമ്പർ. ഇനി ഇവിടെ ഈ കണ്ടക്ടറിന്റെ ഒരു യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ n ചാർജുകൾ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്ന ടൈമിൽ എത്ര ചാർജസ് ഫ്ലോ ചെയ്തു നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വോളിയം ഇൻറ്റു ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ, അതാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി. അതാണ് n എന്ന് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വോളിയം എത്രയുണ്ടെന്ന് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ പോർഷനാണ്. സിലിണ്ടറിന്റെ വോളിയം ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എടുക്കുക. അപ്പോൾ ഹൈറ്റ് ഇതാണ്. ഇവിടെ ഹൈറ്റ്, ഈ ഫ്ലോ ചെയ്ത ചാർജസിന്റെ വോളിയത്തിന്റെ ഹൈറ്റ് ഇതാണ്. ഈ ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി ടി എന്ന് പറയുന്ന ടൈമിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോണുകൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പം ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റി വി ഡി, ഇവിടം തൊട്ട് ഇവിടം വരെ ചാർജസ് ഫ്ലോ ചെയ്യാനെടുത്ത ടൈം സ്മോൾ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെ വി ഡി ഇൻറ്റു ടി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇത് വി ഡി ഇൻറ്റു ടി, ഇത് ഏരിയ എ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വോളിയം എന്ന് പറയുന്നത് വി ഡി ടി ഇൻറ്റു ഏരിയ. ഇതാണ് ഈ വോളിയം. ഇനി ഈ വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം n ആണ്. അതായത് ഇപ്പോൾ ഒരു പെന്നിന്റെ വില 5 രൂപ, അങ്ങനെയാണെങ്കിൽ 10 പെന്നിന്റെ വില 5 × 10 50 രൂപ എന്ന് പറയുന്ന പോലെ ഒരു യൂണിറ്റ് വോളിയത്തിലെ ഇലക്ട്രോൺസിന്റെ നമ്പർ n ആണ്. അപ്പോൾ ഈ വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നറിയാൻ n × AVDT ഈ വോളിയം ചെയ്താൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് ത്രൂ ദി ക്രോസ് സെക്ഷൻ of this conductor in t second is equal to n × a × vd × t. ഇത്രയും ഇലക്ട്രോൺസ് ആണ് ടി സെക്കൻഡിൽ ഈ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ എത്ര ചാർജ് വരും? നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു 10 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു, അപ്പോൾ അതിൽ എത്ര ചാർജ് ഉണ്ടെന്നറിയാൻ ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്തത്. അപ്പോൾ ചാർജ് എത്ര വരും എന്നറിയാൻ ഈ ഇലക്ട്രോൺസിന്റെ നമ്പറിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ Q = NaVDT × E. ഇത്രയും ചാർജ് ആണ് ഫ്ലോ ചെയ്തത്. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് I = ചാർജ് ബൈ ടൈം, Q/T. ഇവിടെ Q എന്ന് പറയുന്നത് NaVDT × E എന്നാണ്. അങ്ങനെയാണെങ്കിൽ NaVDT × E / T. T യും T ക്യാൻസൽ ആയി. ബാക്കി I = NaVDE. ഇതാണ് ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. n ഇലക്ട്രോൺ ഡെൻസിറ്റി, a ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് കണ്ടക്ടർ, vd ഡ്രിഫ്റ്റ് വെലോസിറ്റി, e ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. നമുക്കിന്ന് അടുത്തതായി പഠിക്കാനുള്ള റിലേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. നോക്കാം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഒരു കണ്ടക്ടറിന്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ എമൗണ്ടിനെയാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്.
current flowing through a conductor through unit area of cross section is called current density. Current density നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജെ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദെൻ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഡി ഇ. ദെൻ കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഈക്വൽ ടു എൻ എ വി ഡി ഇ ഡിവൈഡഡ് ബൈ എ. എയും എയും ക്യാൻസൽ ആയി. ദെൻ ദി ഇക്വേഷൻ ബിക്കം ജെ ഈസ് ഈക്വൽ ടു എൻ വി ഡി ഇ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. കറണ്ട് ഡെൻസിറ്റിയെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ജെ ഈസ് ഈക്വൽ ടു എൻ വി ഡി ഇ. ഇനിയും കറണ്ട് ഡെൻസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ഓർ ആംബിയർ മീറ്റർ റേസ് ടു -2. അടുത്തതായി നമുക്ക് മൊബിലിറ്റി എന്താണെന്ന് നോക്കാം. മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മൂവ് ചെയ്യാനുള്ള കഴിവിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോൺസിന് മൊബിലിറ്റി എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യാനുള്ള കഴിവാണ് മൊബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ പുറത്തുനിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ഇലക്ട്രോൺസ് കൂടുതൽ മൂവ് ചെയ്യും. അപ്പോൾ അവരുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. വി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് മ്യൂ. വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ. ഈ മ്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് മൊബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് മ്യൂ ഈസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്. ദെൻ ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടക്ടറിൽ നിങ്ങൾ ഒരേ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ അതിലെ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിനെ കാണിക്കുന്ന കോൺസ്റ്റന്റ് ആണ് മൊബിലിറ്റി മ്യൂ. അങ്ങനെയാണെങ്കിൽ മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഇത് റീഅറേഞ്ച് ചെയ്താൽ വി ഡി ബൈ ഇ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ മൊബിലിറ്റി നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മൊബിലിറ്റി ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസിനുണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് നമ്മൾ മൊബിലിറ്റി കൊണ്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ നല്ല ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണിന് മൊബിലിറ്റി കൂടുതലാണ്, മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഇനി നമുക്ക് ഈ മൊബിലിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ആണ്. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് വോൾട്ട് മീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ഡിവൈഡ് ബൈ വോൾട്ട് മീറ്റർ റേസ് ടു -1. ഇനി ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാൽ മീറ്റർ റേസ് ടു -1 മുകളിൽ വരുമ്പോൾ മീറ്റർ സ്ക്വയർ വോൾട്ട് റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇതാണ് എസ് ഐ യൂണിറ്റ്. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ അറിയാവുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഒരു ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ചെറുതാണ്. ഒരു സെക്കൻഡിൽ ഒരു ഇലക്ട്രോൺ 1 സെന്റിമീറ്റർ മാത്രമൊക്കെ ട്രാവൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ മീറ്റർ സ്ക്വയറിന് പകരം സെന്റിമീറ്റർ സ്ക്വയർ പ്രാക്ടിക്കൽ യൂണിറ്റ്. സെന്റിമീറ്റർ സ്ക്വയർ വോൾട്ട് റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇപ്പോൾ എല്ലാത്തിനും ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് കാണും. ഇപ്പോൾ ചെറിയൊരു വയറിന്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും മീറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് മില്ലിമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഡ്രിഫ്റ്റ് ഈ മൊബിലിറ്റിയുടെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ സ്ക്വയർ വോൾട്ട് റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് ആദ്യം പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ നോക്കിയാൽ അറിയാം ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനുടെ റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ദെൻ ഇതിന്റെ റൈറ്റ് സൈഡ് മ്യൂ ഇ ഈസ് ഈക്വൽ ടു ഇതിന്റെ റൈറ്റ് സൈഡ് ഇ ബൈ എം ഇൻറ്റു ടോ. ഇയും ഇയും സെയിം ആൾക്കാരാണ്, രണ്ടുടങ്ങ് ക്യാൻസൽ ആയി. ദെൻ മ്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ.
ഇതാണ് മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. ഇതാണ് മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും കോൺസ്റ്റന്റ് ആണ്. പിന്നെ മൊബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലാക്സേഷൻ ടൈമിനെയാണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ടോ എന്ന് എഴുതാം. റിലാക്സേഷൻ ടൈമും മൊബിലിറ്റിയും പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്താണ് റിലാക്സേഷൻ ടൈം? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആറ്റത്തിലും അയോൺസിലും ഒക്കെ ഇടിച്ചിടിച്ചാണ് മൂവ് ചെയ്യുന്നത് ഒരു കണ്ടക്ടറിലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇടികളുടെ ഇടയിലുള്ള ടൈം കൂടിക്കഴിഞ്ഞാൽ, എന്നാൽ ഒരിടിയും അടുത്തിടിയും അതിനിടയ്ക്കുള്ള ടൈം, രണ്ട് ഇടികൾക്കിടയിലുള്ള ടൈം, രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം കൂടിയാൽ മൊബിലിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താണ്? രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ഇടിച്ചിടിച്ചാണ് മൂവ് ചെയ്യുന്നതെന്നാണ്. ഒത്തിരി കൊളീഷനുകളുണ്ട്. അപ്പോൾ ഒത്തിരി കൊളീഷൻ, നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഒത്തിരി പേര് നമ്മളെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ മൂവ്മെൻറ്റ് കുറയും എന്ന് പറഞ്ഞ പോലെ കൊളീഷനുകളുടെ എണ്ണം കൂടിയാൽ അതിനിടയ്ക്കുള്ള ടൈം കുറയും. ടൈം കുറഞ്ഞാൽ മൊബിലിറ്റി കുറവായിരിക്കും. ഇനിയും കൊളീഷനുകൾക്കിടയിലുള്ള ടൈം കൂടുതലാണെങ്കിലോ നന്നായിട്ട് മൂവ് ചെയ്യാം, മൊബിലിറ്റി കൂടുതലായിരിക്കും.